ജ്യൂസിൽ വിഷം കലക്കി കുടിച്ചു. പാറശാലയിൽ കമിതാക്കളുടെ ജീവനൊടുക്കാൻ ശ്രമം. 23-കാരനും 15-കാരിയും ഗുരുതരാവസ്ഥയിൽ. പിന്നെ മുട്ടേന്ന് വിരിഞ്ഞ സമയത്ത് പ്രേമം. ഏറ്റവും വലിയ ലഹരിയാണ് ഈ പ്രണയം. അതിന് മുമ്പ് വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. MDMA കഞ്ചാവും ഒന്നുമല്ല, ഏറ്റവും കൂടിയതാണ് ഈ പ്രേമം എന്നുള്ളത്. ഈ പ്രേമം എന്ന് പറയുമ്പോൾ അത് ടീനേജ് ലവ്. ഈ ടീനേജ് ലവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറഞ്ഞാൽ അത് മാത്രമേ ഒരു ലോകമുള്ളൂ. അന്നെങ്കിൽ അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടാലോ അല്ല നേടിക്കഴിഞ്ഞു കഴിഞ്ഞാലോ അത് ഭയങ്കരമായിട്ട് അഡിക്ഷൻ ആവും. മനുഷ്യന് ഡൊപ്പാമിൻ്റെ അളവാണ്. അതായത് ഡൊപ്പാമിൻ ഭയങ്കര കൂടിപ്പോയതിൻ്റെ ഹോർമോണുകൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മറ്റൊരു വ്യക്തിയോടൊക്കെ അട്രാക്ഷനൊക്കെ തോന്നുന്നു. അപ്പോൾ ഈ ചെറുപ്പത്തിൽ ഞാനൊരു 10ാം ക്ലാസ് 9ാം ക്ലാസ് വെച്ചായിരുന്നു എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് അതുപോലെ ഇതേ മാതിരിയൊക്കെ ടൈമിലാണ് തോന്നിയത്. അന്ന് ഈ ടീനേജ് വഴി തോന്നിയത് ചുമ്മാ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഉറക്കവുമില്ല. പണ്ടൊക്കെ ഞാൻ പഠിക്കാൻ വളരെ ഉഴപ്പനായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി അവധിയുള്ള ദിവസങ്ങളൊക്കെ കിടന്ന് ഉഴപ്പനായ ഒരു കുട്ടിക്ക് സന്തോഷിക്കില്ലേ, നമ്മളൊക്കെ പ്രാകുവാണ്. കാരണം ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അഡിക്ഷൻ പോലെയാണ്. ഇതിപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് പണ്ടൊക്കെയാണ് പറയും ഇങ്ങനെ ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യപ്രാപ്തിയായിട്ടൊക്കെ വിവാഹം കഴിക്കാൻ പോകും. പക്ഷേ ഇപ്പോഴൊരു തിരുത്തുണ്ട്. ജോലിയും കാര്യപ്രാപ്തിയായിട്ടേ പ്രണയിക്കാൻ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ജോലിയില്ലാത്ത സമയത്തോ തനിക്ക് സ്വന്തം കാലിൽ നിന്ന് ജീവിതത്തിൽ നെട്ടോട്ട് ഓടുമ്പോഴോ ഈ പ്രേമിക്കാനും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പ്രേമിക്കാനും കാര്യങ്ങൾക്ക് പോയാൽ നമ്മൾക്ക് പിന്നെ ഒരിടത്ത് എത്തൂല്ല. നമുക്ക് പിന്നെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു മൈൻഡ് എന്തോ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരാളുടെ ജീവിതം നശിക്കുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു പ്രണയത്തിന് ജീവിതം എന്ന് വെച്ചാൽ ചിലർ ആത്മഹത്യ ചെയ്യുന്ന ആ കാര്യം കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് എല്ലാം ആഗ്രഹിച്ചെല്ലാം നേടാൻ പറ്റണമെന്നില്ല. പക്ഷെ പ്രണയത്തിൻ്റെ കാര്യത്തിലും അത് ബാധകമാണ്. അപ്പോൾ ഇവർ ജീവിക്കാൻ പറ്റുമോ എന്ന് അവരുടെ ചെറുപ്പത്തിലുള്ള ഈ ഒരു എടുത്തിയാട്ടം കാരണമാണ്. എത്ര ജീവനാണ്, എന്തോരം നല്ല ലോകം കാണാനുണ്ട് അവർ. എന്നിട്ടാണ് ഈ ജ്യൂസ് കുടിച്ച് ജീവൻ എടുക്കണം. എത്ര മനുഷ്യജീവനെ എത്ര ഉള്ള ത്യാഗം സഹിച്ച ഒരു മനുഷ്യജീവനാണ് ഉണ്ടാകുന്നത്. അതൊക്കെ ഒരു നിസ്സാര കാരണത്തിന് പോയി ആത്മഹത്യ ചെയ്യണം വല്ലവർക്കും വേണ്ടി, പ്രണയത്തിന് വേണ്ടി ത്യാഗം സഹിക്കാനുള്ളതാണ്. ഇനി നിങ്ങളൊരു ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇനി രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. മോളുടെ സന്തോഷമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ അവനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കുക. ചുമ്മാ കെട്ടിച്ചു കൊടുക്കരുത്. അവൾക്കും ഒരു സ്വന്തമായിട്ടൊരു ജോലി മസ്റ്റായിട്ട് ഒരാൾക്ക്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, സ്വന്തമായിട്ടൊരു ജോലി, പിന്നെ അവനൊരു ജോലി. അപ്പോൾ അങ്ങനെയുള്ള രണ്ടുപേർക്കും ജോലിയായാൽ കുടുംബം മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക. അതായത് വലിയ പാരമ്പര്യമോ ജാതിയോ നിറമോ അല്ലെങ്കിൽ ഏതെങ്കിലും മതമോ നോക്കിയിട്ട് കെട്ടിച്ചു കൊടുക്കരുത്. നമുക്കൊരു ജോലിയുണ്ടോ പ്രാപ്തിയുണ്ടോ. ഇനി അവരെ എന്തെങ്കിലും ചതിയോ പറ്റിയാലും സ്വന്തം കാലം നിൽക്കാനുള്ള പ്രാപ്തി മക്കൾക്കുണ്ടെന്ന് പറഞ്ഞ് ഇതേ കല്യാണം കഴിച്ചു കൊടുക്കാവുള്ളൂ. ഇവരെ